ഇതിനകത്ത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് കേരളത്തിലെ പൊതുജനം 4 കോടി വരുന്ന കേരളത്തിലെ പൊതുജനം ഇങ്ങനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ കേരളത്തിലുണ്ടല്ലോ എന്നുള്ള ഓർത്താണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ഇയാള് ഇന്ത്യൻ ദേശീയ തലത്തിൽ ഇന്ത്യയുടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തന്നെ അപമാനമായിരിക്കുന്നു. നമ്മൾ ഉത്തരേന്ത്യയിൽ പോലും കേൾക്കാത്ത രീതിയിലുള്ള ഒരു സ്ത്രീവേട്ടക്കാരനാണ് ഇയാളെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. ഇയാളുടെ പേര് പുറത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രവാസി എഴുത്തുകാരി ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത് UAE വെച്ച് ഇയാളുടെ പേര് സഹിതം പറഞ്ഞുകൊണ്ട്. അയാളുടെ പേര് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ആളാണ്. അയാള് കഴിഞ്ഞ 4-5 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് കേരളത്തിൽ ഇയാളെ കുറിച്ച് കേട്ടറിവുള്ളത്. അതിനുമുമ്പ് ഇയാൾ ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്കറിയത്തില്ല. രാഷ്ട്രീയത്തിൽ യൂത്ത് കോൺഗ്രസ് കുറെ ഒത്തിരി നല്ല നേതാക്കന്മാരുണ്ട്, വളരെ അധ്വാനം ചെയ്ത് G കാർത്തികരെ പോലെ, PM സുധീരനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മൻചാണ്ടിയെ പോലെ, KC വേണുഗോപാലിനെ പോലെയുള്ള നല്ല നേതാക്കന്മാർ ഇരുന്ന കസേരയാണ് യൂത്ത് കോൺഗ്രസ്. അതിൽ ഇയാളെ പോലെ ഒരു സ്ത്രീവേട്ടക്കാരൻ വന്ന് ഇരുന്നു എന്ന് പറയുന്നത് തന്നെ ആ പാർട്ടിയുടെയും ആ യൂത്ത് കോൺഗ്രസിന്റെയും എത്രയോ അധപ്പതനമാണ്. അത് തന്നെയുമല്ല, ഇയാളെ കുറിച്ച് കേട്ടുകേൾവി കേരളം കേൾക്കുന്ന ആ കാലഘട്ടം മുതൽ ഇയാൾ ആള് ശരിയല്ല എന്നും ഇയാളൊരു എന്താ പറയാ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാനുള്ള യോഗ്യത ഇല്ലാത്ത ആളാണെന്നും ഇയാളൊരു കൃത്രിമ വ്യക്തിത്വമാണെന്നുള്ളൊരു അന്ന് മുതലേ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അയാളെയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അന്നത്തെ പാലക്കാട് MLA അയാളെ പരിപോഷിച്ചു, അയാളെ ഏറ്റവും കൂടുതൽ പരിരക്ഷിച്ച് ഒരു യോഗ്യത ഇല്ലാത്ത ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി വ്യാജ ID കാർഡ് സൃഷ്ടിച്ച് ഇയാളെ ആക്കുന്നു. പിന്നീട് അയാളെ പാലക്കാട് MLA ആക്കി ഉയർത്തുന്നതിലൊക്കെ ഷാഫി പറമ്പിൽ MLAക്കും VD സദസ്സിനും വലിയ പങ്കുണ്ടെന്നുള്ളത് ഇപ്പം പ്രത്യക്ഷം തെളിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു വ്യക്തി കേരളത്തിന്റെ നമ്മുടെ പരിപാവനമായ നിയമനിർമ്മാണ സഭയായ നിയമസഭയിൽ അയാളെ പ്രവേശിപ്പിച്ചു എന്നത് പറയുന്നത് കുറ്റകരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരക്കാർക്ക് താവളമായിട്ട് ഈ യൂത്ത് കോൺഗ്രസും അധപ്പതിച്ചു എന്നുള്ളത് ഭയാനകമായ വസ്തുതയാണ്. ഇപ്പോൾ റിനി ജോർജ് എന്ന് പറയുന്ന നടി, അവരൊരു മുൻ മാധ്യമപ്രവർത്തകയാണ്. അവര് 1-2 ചാനലുകളിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരിപ്പോ ഒരു മോഡലായിട്ടും ഒരു ആർട്ടിസ്റ്റായിട്ടും പ്രവർത്തിക്കുന്നു. അവര് പറയുന്നത് കേട്ടപ്പോൾ നമ്മൾ വിറച്ചുപോയി. കാരണം ഈ മനുഷ്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും നമ്മുടെ നിയമസഭയിൽ ഒരു MLA ആയും പ്രവർത്തിക്കുന്ന ഈ വ്യക്തി അനേകം പെൺകുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ട്, അവരുടെ പുറകെ നടക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും ലജ്ജാകരമായത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഭാര്യമാരെയും അവരുടെ മക്കളെ പോലും ഇയാളുടെ വേട്ടയിൽ അയാൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് എത്ര നാണക്കേടാണ്. തന്നെയുമല്ല, ആ റിനി എന്ന് പറയുന്ന പെൺകുട്ടി ഈ നേതാക്കന്മാരോടെല്ലാം പരാതി പറയും, ഇയാൾ ആൾ ശരിയല്ല, ഇയാൾ ഈ രീതിയിലുള്ള മോശമായ പ്രവർത്തികൾ ചെയ്യുന്നു, തന്നെ പോലും അശ്ലീല കമന്റുകൾ കൊണ്ട് തന്റെ അടുത്തും സമീപിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് അവന്റെ കഴിവല്ലെന്ന് ചോദിച്ചിട്ട് കോൺഗ്രസ് നേതാവ് ഉണ്ടെന്നാ പറയുന്നത്. ആ കോൺഗ്രസ് നേതാവ് എന്നെ കേരളം തിരിച്ചറിയണം. ഇത്തരക്കാരെ ഈ കതർന്ന് വിട്ടുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കാന്ന് പറഞ്ഞ് എത്ര ലജ്ജാകരമാണ്, എത്രയോ നാണക്കേടാണ് കേരളത്തിനെ സംബന്ധിച്ചോളം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഇപ്പൊ AICC അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരിക്കുക. അതൊക്കെ വെറും ഉമ്മാക്കി മാത്രമാണ്. ഇയാളെ എത്രയും പെട്ടെന്ന് ആസ് ഏർലി ആസ് പോസിബിൾ ഈ മനുഷ്യനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ രാജിവെക്കാനായിട്ട് ആ പാർട്ടി ആവശ്യപ്പെടണം. ഇയാൾക്കിനി അയാളെ തെരഞ്ഞെടുക്കപ്പെട്ട പാലക്കാടെ ജനങ്ങളുടെ മുമ്പിൽ പോലും ഇയാൾക്ക് ഫേസ് ചെയ്യാൻ ഇയാളെ കൊണ്ട് സാധിക്കത്തില്ല. അങ്ങനെയാണ് ഫേസ് ചെയ്തിട്ടുണ്ട് പാലക്കാട് ജനങ്ങൾ വിരളിച്ചു കൊണ്ടത്. താങ്കൾ ഇനി ഞങ്ങളുടെ പ്രതിനിധിയല്ല, താങ്കൾ രാജിവെച്ചു പോകണമെന്ന് പറയണം. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനോ രാഷ്ട്രീയത്തിൽ അംഗവാദം എടുക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണ് അയാളെന്നാണ് ആ നടി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കേരളീയ ചരിത്രത്തിൽ, സ്വതന്ത്ര കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ പല കഥകളും കേൾക്കുന്നു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തവര്, പീഡനം നടത്തിയവര്, നിരന്തരമായി ആക്രമിച്ചവര്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി കുറ്റവാളികളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഒരാളെ കേരളത്തിലെ നിയമസഭയിലേക്ക് പോലും തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്. അവിടെ CPM എന്ന് പറയുന്നത്, ഞങ്ങൾ CPM-നെ കുറിച്ച് മാത്രം നിങ്ങൾ ചോദിക്കേണ്ടായിരുന്നു. CPM അല്ല, ഇതിനകത്ത് രാഷ്ട്രീയമല്ല. ഇത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ സുരക്ഷയെ കുറിച്ചാണ്. എല്ലാ അധികാരങ്ങളും കയ്യിലിരിക്കെ, MLA എന്നുള്ളൊരു പട്ടം പോലും കയ്യിലിരിക്കെ അയാൾക്ക് ഇങ്ങനെ വേട്ടയാടാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ യുവതികളുടെ, സ്ത്രീജനങ്ങളുടെ ഏറ്റവും ഭയാനകമായ രീതിയിലുള്ള വ്യക്തി അയാൾ മാറിയിരിക്കുന്നു. അയാൾ കേരളത്തിലെ സ്ത്രീത്വത്തിന് തന്നെ അപമാനമാണ്, ഭീതിജനകമായ ഒരു വ്യക്തിയാണ്. അപ്പൊ അയാളെ എത്രയും വേഗം അയാളെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുമെന്നുള്ള ആ പാർട്ടി തീരുമാനിക്കട്ടെ. കാരണം ഇത്തരം അഴുക്ക് പിടിച്ച അശ്ലീലങ്ങളൊക്കെ അതിനകത്ത് ഒത്തിരി ഉണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, യൂത്ത് കോൺഗ്രസിൽ എത്രയോ നല്ല മനുഷ്യർ ഇരുന്നിട്ടുള്ള കസേരയിലാണ് അയാൾ കയറിയിരിക്കുന്നത്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് നല്ല നേതാക്കന്മാരുണ്ട്, എനിക്ക് പരിചയമുള്ള പലരുമുണ്ട്. നല്ല ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിന്റെ യുവജന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ യുവതികളുണ്ട്. അവർക്കെല്ലാം തീരെ കളങ്കം. ഇന്നൊരു യൂത്ത് കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞ് കതറ് വിട്ട് പുറത്തിറങ്ങാനായിട്ട് നാണക്കേടാ, അപമാനമാണ് ഇയാൾ ഒറ്റയെഴുത്തുകാരൻ. ഇയാളെ എങ്ങനെ ഇങ്ങനെ പരിപോഷിച്ച് ഈ അവസ്ഥയിലേക്ക് ഈ ഷാഫി പറമ്പിലും ഈ VD സദസ്സിൽ എത്തിച്ചു എന്നുള്ള ഒരു എന്താ പറയുക, ഒരു മരീചികയാണ്. ഇറ്റ്സ് എ മിസ്റ്ററി.
കേരളത്തിൽ ഒരിക്കലും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാൻ പാടില്ലാത്ത ഈ കറ മാത്രമുള്ള ഈ വ്യക്തിയെ ഇതുപോലെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ നേതാക്കന്മാരും കേരളത്തിലെ ജനങ്ങളുടെ വിചാരണയ്ക്ക് പാത്രീഭൂതനാകും. ഇയാളെ ഈ രീതിയിൽ അവതരിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവന്ന ഈ VD സതീശനെ പോലെ ഷാഫി പറമ്പിലെ പോലുള്ളവരെയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ പാലക്കാടേക്ക് തിരിച്ചു വരുന്നതാണ്. ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ ഇവരെ ശിക്ഷിക്കും. അങ്ങനെ ഒരു മാനസികാവസ്ഥ കേരളത്തിൽ ഉണ്ടാകണം. ഇത്തരക്കാരെ നമുക്ക് ആവശ്യമില്ല. VD സതീശനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ന് പത്രസമ്മേളനം നടത്താനിരുന്നതാണ്, അതിൽ നിന്ന് അയാൾ പിൻവലിച്ചിരിക്കുന്നു. ഈ VD സതീശന്റെ മണ്ഡലത്തിൽ കുടുംബപരമായിട്ട് വളരെ സൗഹാർദ്ദമുള്ള ഒരു വീട്ടിലെ അംഗമാണ് റിനി ജോർജ് എന്ന് പറയുന്നത്. തന്റെ പിതാവിനെ പോലെ കണ്ട VD സതീശന്റെ അടുത്ത് പോലും ഇക്കാര്യം പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഒരു മൈൻഡും ഇല്ലാതെ ഈ അശ്ലീല കഥാപാത്രത്തിനെ പരിപോഷിച്ച നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും അത് വിശദീകരിക്കാൻ ബാധ്യസ്ഥനായി മാറും. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ആരോപണമൊന്നും പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് വിശദീകരിക്കാൻ ബാധ്യസ്ഥനാവുന്നുള്ള യാതൊരു തർക്കമില്ല. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചോളം ഇത്ര അഴുക്കുകൾക്കെതിരെ പ്രതികരിക്കുകയോ ഇവരുടെ പുറകെ പോയി രാഷ്ട്രീയ നേട്ടം കഴിയാനൊന്നും CPM നിൽക്കത്തില്ല. CPM അതിന്റെ ഐഡിയോളജിയിലും അത് പ്രതിദാനം ചെയ്ത സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മാത്രം മുന്നോട്ട് പോകും. ഇവരെല്ലാം കേരളത്തിലെ പൊതുസമൂഹം വിചാരണ ചെയ്തോളും. ആ വിചാരണ എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക വിചാരണ എന്ന് പറയുന്നത് വോട്ടെടുപ്പിലാണ്. അവരെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് പുറന്തള്ളാൻ കേരളത്തിൽ ഇയാളെ പോലെ ഒരാൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടെന്നുള്ളത് തന്നെ നമുക്ക് എത്ര നാണക്കേടാ. ഇയാൾ കേരളത്തിൽ ജനിച്ചത് തന്നെ ഒരു അവമാനമായി മാറിയിരിക്കുന്നു. അയാളെ കാണുന്നത് തന്നെ ഇതൊക്കെ പൊതുസമൂഹത്തിൽ ഇതാണ് എനിക്കിപ്പോൾ ആദ്യം പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.